എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 2ാമത്തെ ചാപ്റ്ററായ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന പാഠഭാഗമാണ്. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിനു മുന്നേയുള്ള വീഡിയോ കാണുക. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മഹാജനപദയിലെ 16 രാജ്യങ്ങളും അതിലെ ബുദ്ധൻ്റെ ബുക്കായ ദിഹനിഹിയിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ ഭരണത്തെ പറ്റിയുള്ള കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ നോക്കിയത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മഹാജനപദയിലെ ഒരു രാജ്യമായിരുന്ന വാജി, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വാജി അറ്റ് ദാറ്റ് ടൈം? ആ സമയത്ത് വാജിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു? ഇതിൻ്റെ മുന്നേ പഠിച്ച ആൻസറും ഇതും സെയിം ആണ്. നമുക്ക് നോക്കാം. ഡിസിഷൻ വെയർ ടേക്കൺ ജോയിൻ്റ്ലി ത്രൂ ഡിസ്കഷൻ. തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടാണ്. എൽഡേഴ്സ് വെയർ റെസ്പെക്റ്റഡ്. മുതിർന്നവരെ ബഹുമാനിച്ചിരുന്നു. പ്ലേസ് ഓഫ് വർഷിപ്പ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജ് ആൻഡ് സിറ്റീസ്. ആരാധനയ്ക്കായി സിറ്റിയിലും വില്ലേജിലുമൊക്കെ ധാരാളം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ദേ വർക്ക് ടുഗദർ ആസ് എ ഗ്രൂപ്പായിട്ടാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. വുമൺ ഓഫ് വാജി ലീവ്ഡ് ഫ്രീലി. സ്ത്രീകൾക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഫെയ്ത്ത് മൂവ്ഡ് എബൌട്ട് ഫ്രീലി. ഇതാണ് ഏത് വിശ്വാസത്തിലുള്ളവർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാമായിരുന്നു. അതായിരുന്നു അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Vaji as one of the state in India during 6th century BC. How was state like Vaji formed? അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ സെക്കൻഡ് അർബനൈസേഷൻ. വാജിയുടെ രൂപീകരണം എങ്ങനെയാണ് വാജിയുടെ രൂപീകരണം ഉണ്ടായതെന്നും അല്ലെങ്കിൽ രണ്ടാം നഗരവൽക്കരണം, അതിനെ രണ്ടാം നഗരവൽക്കരണം സെക്കൻഡ് അർബനൈസേഷൻ എന്നാണ് പറയുന്നത്. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈബൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ദി വേദിക് പീരിയഡ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വേദകാലഘട്ടത്തിൽ ഗോത്ര സാമൂഹിക വ്യവസ്ഥയായിരുന്നു. ദ ട്രൈബ് ഓഫ് ദി പീരിയഡ് വെയർ നോൺ ആസ് ജന. അവരെങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ജന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആസ് അഗ്രികൾച്ചർ ബിക്കം വൈഡ് സ്പ്രെഡ്, ദിസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ബിഗാൻ ടു സെറ്റിൽ ഡൗൺ പെർമനൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഈ കൃഷി വ്യാപകമായതോടെ അവർ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചത് തന്നെയാണ്. ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ദിസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ദീസ് കെയിം ടു ബി നോൺ ആസ് ജനപദാസ്. അവരെ ജനപദാസ് എന്ന് അറിയപ്പെട്ടിരുന്നു. അഗ്രികൾച്ചർ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ ദി ജനപദാസ് ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആസ് വെൽ ആസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺസ്. മനസ്സിലായല്ലോ? ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദന നഗര കച്ചവട വളർച്ചയ്ക്ക് കാരണമായി. Some regulations become necessary to coordinate and regulate such diverse economic activities. In this situation, the tribal form of governance disappeared. അതായത് വ്യത്യസ്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും ചില നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമായി വന്നു. ഈ പശ്ചാത്തലത്തിൽ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണ വ്യവസ്ഥയൊക്കെ അപ്രത്യക്ഷമായി. അടുത്ത നോക്കാം. റിലേഷൻഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ദി സോയിൽ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദിസ് ടൈം. അഗ്രികൾച്ചറും മണ്ണിനോടുമുള്ള ഒരു ആത്മബന്ധമൊക്കെ ഈ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നു. ദിസ് ഗേവ് റൈസ് ടു ദ വ്യൂ ഓഫ് വൺ ഓൺ ലാൻഡ്. അത് നമ്മുടെ സ്വന്തം പ്രദേശം എന്നുള്ള ഒരു മൈൻഡിലേക്ക് അവർ മാറിയിരുന്നു. ദിസ് ഹൗ സ്റ്റേറ്റ് ഫോർമേഷൻ ബിക്കം റിയാലിറ്റി. ഇത് എന്തായി? ഓരോ സ്റ്റേറ്റിൻ്റെയൊക്കെ അതായത് രാഷ്ട്ര രൂപീകരണം ഉണ്ടാകുന്നതിന് കാരണമായി. അവനവൻ്റെ പ്രദേശങ്ങളല്ല, അപ്പോൾ അവർ അവനവൻ്റെ രാജ്യമായിട്ട് അതിനെ കണക്കാക്കാൻ തുടങ്ങി. അടുത്തത് ഇത് ബുദ്ധിസ്റ്റ് വർക്ക് അംഗത്തുര നികയ. 16 പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ദാറ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ ദിസ് വേ. ഈ ബുദ്ധൻ്റെ ബുക്കായ അംഗുത്തര നികയിൽ ഇങ്ങനെ ഉണ്ടായ 16 രാഷ്ട്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദീസ് വെർ നോൺ ആസ് മഹാജനപദാസ്. ഇതെങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? മഹാജനപദാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദിസ് ചേഞ്ചസ് ഡിസ്ക്രൈബ് എബവ് ഫോർ റെഫർ ടു ആസ് സെക്കൻഡ് അർബനൈസേഷൻ ബൈ ഹിസ്റ്റോറിയൻസ്. അതായത് ഇങ്ങനെ ഈ രാഷ്ട്രങ്ങളൊക്കെ രൂപപ്പെട്ടത്, ഈ മാറ്റങ്ങൾ ഒക്കെയാണ് ഈ രണ്ടാം അർബനൈസേഷൻ എന്ന് ചരിത്രകാരന്മാർ പറയുന്നത്.
അതായത് നഗരവൽക്കരണം, രണ്ടാം നഗരവൽക്കരണം. കാരണം അവർ കച്ചവടങ്ങളൊക്കെ വ്യാപകമായതോടെ അവരുടെ നഗരങ്ങളൊക്കെ നല്ല പ്രബലമായി. അതിനെയാണ് സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് മെൻഷൻ മഹാജനപദാസ്? മഹാജനപദാസ് മെൻഷൻ ചെയ്തിരിക്കുന്ന ബുദ്ധൻ്റെ ടെക്സ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അംഗുത്തര നികയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി കോൺസ്റ്റൻറ്റ് വാർ ബിറ്റ്വീൻ ദി 16 മഹാജനപദാസ് ഫോർ ഡൊമൈൻസ് വിച്ച് വാസ് ദി അൾട്ടിമേറ്റ് വിന്നർ? ഈ 16 രാജ്യങ്ങൾ തമ്മിൽ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി യുദ്ധങ്ങളുണ്ടായി. അതിൽ അൾട്ടിമേറ്റ് വിന്നർ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ആ 16 രാജ്യങ്ങളിലെ ഒരു രാജ്യമായ മഗധയാണ് അൾട്ടിമേറ്റ് വിന്നറായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്കസ് ദ വേരിയസ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഫ്രം എ ട്രൈബൽ പൊളിറ്റിക്കൽ സിസ്റ്റം ടു മഹാജനപദ ആൻഡ് ദെയർ ക്യാരക്ടേഴ്സ്. അതായത് ട്രൈബൽ രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്ന് മഹാജനപദത്തിലേക്കുള്ള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എന്താണെന്ന്. ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻ ആൻഡ് സ്റ്റാൻഡിംഗ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം. അക്കാലത്ത് കാര്യമായ നികുതി പിരിവും സ്ഥിരമായ സൈന്യങ്ങളുമൊക്കെ നിലവിൽ വന്നു. അടുത്തത് ടാക്സ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞല്ലോ. അവരുടെ ടാക്സിനെ പറ്റി പറയുന്ന പാലി ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ ടാക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് ദ വേർഡ് ബേലി ഫൗണ്ട് ഇൻ പാലി ടെക്സ്റ്റ് ബുക്ക് മീൻസ് ടാക്സ്. വാഗ വാസ് അനദർ ടൈപ്പ് ഓഫ് ടാക്സ്. അപ്പോൾ ഈ പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ബുക്കുകളിൽ കാണപ്പെടുന്ന ബലി എന്നതും ഫാഗ എന്നതും നികുതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽ വെയർ മെയിൻലി പെയ്ഡ് ആസ് ടാക്സ്. ധാന്യങ്ങളും കന്നുകാലികളുമായിരുന്നു പ്രധാന നികുതിയായി നൽകിയിരുന്നത്. ദോസ് ഹു ലീവ്ഡ് ഇൻ ദി ഫോറസ്റ്റ് പെയ്ഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആസ് ടാക്സ്. അതായത് വനത്തിൽ ജീവിച്ചിരുന്നവർ, ഫോറസ്റ്റിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ നികുതിയായി നൽകിയപ്പോൾ ആർട്ടിസൻസ് എന്നായതു വർക്ക് ഫോർ ദി കിങ് ഓൺ ഫിക്സ്ഡ് ഡേയ്സ്. അവർ രാജാവിന് വേണ്ടി നിശ്ചിത ദിവസങ്ങളിൽ ജോലി ചെയ്തു. അടുത്ത പോയിന്റ് നോക്കാം. ദെയർ വെയർ മെനി ഒഫീഷ്യൽ ഫോർ ക്യാരിങ് ഔട്ട് അഡ്മിനിസ്ട്രേഷൻ. ഈ ഭരണ നിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ. അടുത്ത പോയിന്റ് സേനാനി, പുരോഹിത ആൻഡ് ഗ്രാമിണി ഹു അസിസ്റ്റഡ് ദ കിങ്. ആരാണ്? സേനാനിയും പുരോഹിതനും ഗ്രാമിണിയുമൊക്കെ രാജാവിനെ സഹായിച്ചിരുന്നവരായിരുന്നു. മഹാജനപദാസ് ഹാഡ് ഫോർട്ട് ആൻഡ് ക്യാപിറ്റൽ സിറ്റീസ്. മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് മഹാജനപദാസ്. അപ്പം മഹാജനപദയിലെ, അതായത് മഹാജനപദയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ മുന്നേ പറഞ്ഞതിൻ്റെ ആൻസർ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് മഹാജനപദാസ്. മഹാജനപദയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻ ആൻഡ് സ്റ്റാൻഡിംഗ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം. പിന്നെ അവരുടെ ടാക്സിന് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ, അവരെന്തൊക്കെയാണ് ടാക്സ് കൊടുത്തിരുന്നത്, ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽ, പിന്നെ വനവിഭവങ്ങൾ, പിന്നെ എന്താണ് ആർട്ടിസൻസ് രാജാവിന് വേണ്ടി ജോലി ചെയ്തിരുന്നു. ദർ വെയർ മെനി ഒഫീഷ്യൽ ഫോർ ക്യാരിങ് ഔട്ട് അഡ്മിനിസ്ട്രേഷൻ. സേനാനി, പുരോഹിത ആൻഡ് ഗ്രാമിണി ഹു അസിസ്റ്റഡ് ദ കിങ്. മഹാജനപദാസ് ഹാഡ് ഫോർട്ട് ആൻഡ് ക്യാപിറ്റൽ സിറ്റീസ്. ഇതെല്ലാമാണ് ഇന്ന് നമ്മൾ മുന്നേ പഠിച്ചത്. അതേ സെയിം ആൻസർ തന്നെയാണ് ആ ക്വസ്റ്റ്യനും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വെയർ ദ ഫേമസ് ഡൈനാസ്റ്റി ദാറ്റ് റൂൾഡ് മഗധ? ഹു വെയർ ദ പ്രോമിനൻറ്റ് കിങ് ഓഫ് മഗധാസ്. അതായത് നമ്മൾ 16 രാജ്യങ്ങളെ പറ്റി പഠിച്ചിരുന്നു മഹാജനപദാസിലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടുത്തെ യുദ്ധങ്ങളിലൊക്കെ അൾട്ടിമേറ്റ് വിന്നറായിരുന്ന മഗധയായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മഗധയിലെ പ്രധാന ഡൈനാസ്റ്റിയെയും അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെയും നമുക്ക് നോക്കാം. ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് ഹരിയങ്ക. അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ബിംബിസാരനും അജാതശത്രുവും. അടുത്ത ഡൈനാസ്റ്റിയാണ് ശിശുനാഗ. അവിടുത്തെ കിങ്ങിൻ്റെ പേരും അതുതന്നെയാണ് ശിശുനാഗ. അടുത്തതാണ് നന്ദ. നന്ദയിലെ രാജാവിൻ്റെ പേരെന്തായിരുന്നു? മഹാപത്മ നന്ദൻ.
ഇവരൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു തിങ്ക് ദാറ്റ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചർ വെയർ ദ മെയിൻ റീസൺ ഫോർ ദി ഗ്രോത്ത് ഓഫ് മഗധ ബൈ? അതായത് ഭൂമിശാസ്ത്ര സവിശേഷതകൾ മഹിതയുടെ വളർച്ചയിലെ പ്രധാന കാരണമായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹദയുടെ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. മഹദ വാസ് എ ഫെർട്ടിൽ റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫാൾ. നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധ. അടുത്തത്, there were large deposit of iron ore also, hence the iron needed for tools and weapon was available. അതായത് ധാരാളം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഈ മഗധയിൽ. അതിനാൽ ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ് അവർക്ക് ഉണ്ടായിരുന്നു. എലിഫൻറ്റ് വേർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ വാർ ഇൻ ദോസ് ഡേയ്സ്. അതായത് ആനകൾക്ക് അക്കാലത്തെ യുദ്ധങ്ങൾക്ക് ആന ഒരു പ്രധാന ഘടകമായിരുന്നു. എലിഫൻറ്റ് വെയർ അവൈലബിൾ ഇൻ ലാർജ് നമ്പർ ഇൻ ദി ഫോറസ്റ്റ് ഓഫ് മഗധ. ദിസ് ഇൻഷുർഡ് മഗധൻ വിക്ടറി ഇൻ ബാറ്റിൽസ്. അതായത് അക്കാലത്തെ യുദ്ധങ്ങൾ ആന ഒരു പ്രധാന ഘടകമായിരുന്നല്ലോ. അപ്പം മഹദയുടെ വനങ്ങളിൽ ആനകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ വിജയങ്ങൾക്കൊക്കെ അതൊരു കാരണമായി. ദ ഗംഗ ആൻഡ് ഇറ്റ് ട്രൈബ്യൂട്ടറീസ് പ്രൊവൈഡ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ്. ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. അപ്പം ഇതെല്ലാം കൊണ്ടും അവർക്ക് മഗധ എന്ന് പറയുന്ന രാജ്യം ഫലഭൂഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഫ്രം ദി എബവ് ഫാക്ടർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദി ജിയോഗ്രഫിക്കൽ ഫീച്ചർ വേർ ദ മെയിൻ റീസൺ ഫോർ ദി ഗ്രോത്ത് ഓഫ് മഗധ. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ മഗധയുടെ വിജയത്തിൻ്റെ കാരണം. ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.